ശ്രീ കരമനാജിത്ത്, അതായത് മലിനമാകാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി ഒടുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ കയ്യേറ്റങ്ങളാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ അനന്തയിലൂടെ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഒരു പരിധിവരെ അത് സധൈര്യം മുന്നോട്ടിറങ്ങി ഒഴിവാക്കൽ നടക്കുകയും ചെയ്തു. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഇത്ര പ്രയാസം എന്താണ്? അതിന് നഗരസഭയുടെ ഒത്താശയുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഈ കയ്യേറ്റത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേർക്കാഴ്ചകളാണ് പല സ്ഥലങ്ങളിലും. ഈ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് തന്നെ കണ്ണമ്മൂല കഴിയുമ്പോഴാണ് ആമയിഴഞ്ചാൻ തുടങ്ങുന്നത്. അതിനു മുമ്പേ നമ്മൾ പറയുന്നത് പഴവങ്ങാടി തോട് എന്നും അതുപോലെ തന്നെ തമ്പാനൂർ തോടും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് പട്ടം തോടും ഉള്ളൂർ തോടും കൂടെ സംഗമിച്ചതിന് ശേഷം ഈ വെള്ളം വളരെ സമാധാനപരമായി പതുക്കെ ഒഴുകിപ്പോകുന്ന ആ പ്രദേശത്തെയാണ് നമ്മൾ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഉള്ളൂർ തോട് അതുപോലെ തന്നെ പട്ടം തോട്. ആ പട്ടം തോടിൻ്റെയും ഉള്ളൂർ തോടിൻ്റെ ഇരു കരകളും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. പരിശോധിക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലും കയ്യേറ്റങ്ങൾ ഈ പറയുന്ന ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ പത്തിരിപ്പിൻ്റെ മുകളിൽ കൂടി തന്നെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ പിറത്ത് ആ ഉള്ളൂർ തോടും പട്ടത്തോടിൻ്റെ വരെ പിറത്ത് സ്ലാബിൻ്റെ പുറത്ത് വരെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് എനിക്കിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഉദാഹരണത്തിന് ഈ പറയുമ്പോൾ ഈ കയ്യേറ്റം നടക്കുന്ന സമയത്ത് നമ്മുടെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആരെങ്കിലും ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കും. ആ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം ഏതെങ്കിലും ഒരു സെക്കൻഡ് സാറ്റർഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ച സൺഡേയോ ഒക്കെ നിന്നുകൊണ്ട് പണി പൂർത്തീകരിക്കും. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ നഗരസഭയുടെ ഇച്ഛാശക്തിയായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ നമ്മുടെ കിള്ളിയാർ ഞാൻ ഇതും കൂടെ പറഞ്ഞു പോകാം. ഈ ആമയിഴഞ്ചാൻ തോടിനെ കാട്ടി ഭീകരമായ കയ്യേറ്റം നടക്കുന്നത് കിള്ളിയാർ പ്രദേശത്ത്. പണ്ട് കിള്ളിയാർ എന്ന് പറഞ്ഞു, പിന്നെ കിള്ളിത്തോടായി, ഇപ്പൊ കിള്ളി ഓടയായി മാറി. ഏകദേശം 55 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന കിള്ളിയാറിന്റെ സ്ഥിതി ഇപ്പോൾ എത്രയാണ്? 10-12 മീറ്ററിനകത്തു മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. കയ്യേറ്റങ്ങൾ നിരവധി കയ്യേറ്റങ്ങളാണ് കിള്ളിയാറിന്റെ ഇരു കരകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഉള്ളൂർ തോടായിരുന്നാലും പട്ടം തോടായിരുന്നാലും അതുപോലെ തന്നെ ആമയിഴഞ്ചാൻ തോടായിരുന്നാലും അതുപോലെ തന്നെ പാർവതി പുത്തനാറ് നമ്മളൊന്ന് നോക്കണം, നമ്മൾ കാണാതെ പോകരുത്. പാർവതി പുത്തനാറിന്റെ പല ഭിത്തികളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ചെറുവിരൽ അനക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? കാരണം ചെറുവിരൽ അനക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഈ ഭരണസമിതിയുടെ ഒത്താശയോട് കൂടിയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അത് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കയ്യേറ്റം വലിയൊരു വിഷയമാണ്.